Hi friends, welcome to my YouTube channel Cooking with Shyma. തേങ്ങാപ്പാൽ ചേർത്തുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് പത്തിരിയുടെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിനു മുൻപേ കുക്കിംഗ് വിത്ത് ഷൈമ എന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3/4 കിലോ ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയ സവാള, 10 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 1 കപ്പ് കട്ടി തേങ്ങാപ്പാൽ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയുമാണ് വേണ്ടത്. ഇനി കടായി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഒരു 4-5 മിനിറ്റ് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇടാം. പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് 2-3 മിനിറ്റ് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൊടികൾ ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റാം. പൊടികളൊക്കെ ചൂടായി നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങുന്നത് വരെ ഒന്ന് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ചേർക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ചിക്കൻ വേവുന്നത് വരെ ലോ ഫ്ലെയിമിൽ 10 മുതൽ 15 മിനിറ്റ് വരെ വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് മസാലയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളപ്പിക്കരുത്. ചെറുതായി ഒന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.